പ്രിയപ്പെട്ട കുട്ടികളെ, നാളെ 18 ജൂൺ 10ാം തരം പൂർത്തിയായി പൊതുവിദ്യാലയങ്ങളിലേക്ക് +1 പ്രവേശനം ലഭിച്ച കുട്ടികൾക്ക് നാളെ ഹയർ സെക്കൻഡറി പഠനം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. പ്രധാനമായിട്ടും നമ്മൾ 10 വരെയുള്ള പഠനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് +1 +2 ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കാനുള്ളത്? ചില കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. പ്രധാനമായിട്ടും നമ്മുടെ ഒരു സ്റ്റുഡന്റ് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വർഷങ്ങൾ എന്ന് നിസ്സംശയം വിളിക്കാം ഹയർ സെക്കൻഡറി കോഴ്സിൽ. ഈ 2 വർഷം കൂടെ പൂർത്തിയാവുന്നതോടെ നിങ്ങളുടെ ജീവിതം ഒരു സ്കൂൾ വിദ്യാർത്ഥി എന്നതിൽ നിന്ന് ഒരു മുതിർന്ന വ്യക്തി എന്നതിലേക്ക് മാറുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലേക്ക്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിൽ മേഖലയിലേക്കുള്ള പഠനത്തിലേക്ക് വഴിമാറുകയാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾ ഈ 2 വർഷത്തെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ 10ാം തരം വരെയുള്ള ഒരു രീതിയിൽ നിന്ന് മാറി സിലബസിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവാനുള്ള ഒരു അവസരമാണ് കിട്ടിയത്. താല്പര്യമനുസരിച്ച്, അവൈലബിലിറ്റി അനുസരിച്ചും നിങ്ങൾ ഒരു പക്ഷേ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ 3 ബ്രാഞ്ചുകൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് എടുത്തിട്ടുണ്ടാകും. ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് തന്നെ കിട്ടിയവർക്ക് സന്തോഷപൂർവ്വം അതിലെ പഠനം ആരംഭിക്കാം. എന്നാൽ തനിക്ക് വേണ്ടത്ര ഇഷ്ടമില്ല എങ്കിലും ചില ബ്രാഞ്ചുകളിൽ ഒതുങ്ങേണ്ടി വന്ന ആളുകൾക്ക് ഒട്ടും നിരാശ വേണ്ട. എടുത്ത ബ്രാഞ്ചിൽ വളരെ ഭംഗിയായ പഠനം നടത്താൻ ഉള്ള ഒരു മനസാന്നിധ്യം നിങ്ങൾക്കുണ്ടായാൽ മാത്രം മതി. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഹ്യൂമാനിറ്റീസ് വിഷയം എടുക്കുന്നവർക്ക് പോലും അഡീഷണലായി മാത്തമാറ്റിക്സ് പോലത്തെ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ കമ്പ്യൂട്ടേഷന്റെ സാധ്യതകളുള്ള ലോകത്തേക്ക് എക്കണോമിക്സോ മറ്റ് വിഷയങ്ങളോ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന ഒരു സാധ്യതയുണ്ട്. കോമേഴ്സ് പോലത്തെ ഒരു വിഷയത്തിലും തീർച്ചയായിട്ടും ഒരുപാട് ഉപരിപഠന സാധ്യതകൾ, പ്രൊഫഷണൽ കോഴ്സുകൾ, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറിഷിപ്പ് തുടങ്ങിയ ഒട്ടേറെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വഴിമാറി പോകാനുള്ള അവസരങ്ങളുണ്ട്. ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കും ഇന്ന് അവസരങ്ങൾ കുറവല്ല. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർക്കും നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള കമ്പനി സെക്രട്ടറി, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സുകളിലേക്കോ പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇങ്ങനെ ഏതൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോയാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊന്ന്, നമ്മളെ പഠനത്തോടുള്ള നമ്മളൊരു ആറ്റിറ്റ്യൂഡും പഠനശീലങ്ങളിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളുമാണ്. പഠനശീലങ്ങൾ വരുന്ന മാറ്റം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയ ഒരു ശാസ്ത്രീയമായ പഠന രീതി അവലംബിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ടും ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ കുറേ വിഷയങ്ങൾ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, നമുക്ക് മികച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുന്തോറും കുറെ കൂടി മത്സരാധിഷ്ഠിതമായി പഠിക്കേണ്ടി വരും. പ്രത്യേകിച്ച് പ്രവേശന പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്ക് ഓരോ തരം പ്രവേശന പരീക്ഷയുടെയും ചോദ്യ മാതൃകകളെ പരിചയപ്പെടുകയും ആ ചോദ്യങ്ങളെ നിശ്ചിത സമയത്തിനുള്ളിൽ ഉത്തരം നൽകാൻ